പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേഫ് ഫുഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. സെക്കൻഡ് പാർട്ട് വീഡിയോ കണ്ടവർക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ, ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കുന്ന രീതികളെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. തന്നിരിക്കുന്ന ചിത്രത്തിൽ പല രീതികളിലാണ് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗറിൽ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, രണ്ടാമത്തത് ഉണക്കി സൂക്ഷിക്കുന്നതാണ്, മൂന്നാമത്തത് കണ്ടെയ്നറും അതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള കവറുകളിലൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാലാമത്തെ പിക്ചറിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ തണുപ്പിച്ചിട്ടാണ് സൂക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ വിവിധ ഭക്ഷ്യവസ്തുക്കൾ പല രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഫിഗറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓരോന്നും കേടുവരാതെ ഏത് രീതിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ട് താഴെ തന്നിട്ടുള്ള ആ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടേബിളിലെ ഫസ്റ്റ് ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ചില്ലിയാണ് അല്ലേ. മുളക് എങ്ങനെ സൂക്ഷിക്കുന്നത്? ഉണക്കിയാണ് സൂക്ഷിക്കുന്നത് അല്ലേ, ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ്. ഇനി അതിൻ്റെ റീസൺ ഫോർ നോൺ സ്പോയിലേജ്, അതായത് കേടുവരാതിരിക്കാനുള്ള കാരണം എന്താണ്? മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ആക്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ. ഈർപ്പം തീരെ ഇല്ലെങ്കിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ടാണ് ഡ്രൈ ചെയ്ത് സൂക്ഷിക്കുന്നത്. അടുത്തതാണ് ചെറി എങ്ങനെ സൂക്ഷിക്കുന്നത്? പ്രിസർവ്ഡ് ഇൻ ഷുഗർ സൊല്യൂഷൻ അല്ലേ, പഞ്ചസാര വെള്ളത്തിലിട്ടാണ് ചെറി സൂക്ഷിക്കുന്നത്. റീസണിൽ നമുക്ക് എഴുതാം, മൈക്രോ ഓർഗാനിസംസ് കനോട്ട് സർവൈവ് ഇൻ ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷനിൽ മൈക്രോ ഓർഗാനിസത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അടുത്താണ് ഗൂസ്ബെറി, നെല്ലിക്ക എങ്ങനെയാണ് സൂക്ഷിക്കുക? സോൾട്ട് സൊല്യൂഷനിലാണല്ലേ, പ്രിസർവ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ. റീസണിൽ നമുക്ക് എഴുതാം, മൈക്രോ ഓർഗാനിസംസ് കനോട്ട് സർവൈവ് ഇൻ സോൾട്ട് സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷനിൽ മൈക്രോ ഓർഗാനിസത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് ആണ് പൈനാപ്പിൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് പ്രിസർവ്ഡ് ഇൻ ഷുഗർ സൊല്യൂഷനിലാണ് പൈനാപ്പിൾ സൂക്ഷിച്ചു വയ്ക്കുന്നത്. റീസണിൽ നമുക്ക് എഴുതാം, മൈക്രോ ഓർഗാനിസംസ് കനോട്ട് സർവൈവ് ഇൻ ഷുഗർ സൊല്യൂഷനിൽ മൈക്രോ ഓർഗാനിസത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് ആണ് ചിപ്സ് സൂക്ഷിക്കുന്നത് എങ്ങനെയാ? പ്രിസർവ്ഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ. റീസണിൽ എഴുതാം, മൈക്രോ ഓർഗാനിസം കനോട്ട് ഗ്രോ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയറിൻ്റെ ആബ്സെൻസിൽ മൈക്രോ ഓർഗാനിസത്തിന് വളരാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ആണ് ഡ്രിങ്ക്സ്, അതായത് പാനീയങ്ങൾ. അതെങ്ങനെ സൂക്ഷിക്കുന്നത്? പ്രിസർവ്ഡ് ഇൻ ലോ ടെമ്പറേച്ചർ, അതായത് വളരെ താഴ്ന്ന ടെമ്പറേച്ചറിലാണ് ഡ്രിങ്ക്സ് ഒക്കെ സൂക്ഷിക്കുന്നത്. ഇതിൽ റീസണിൽ നമുക്ക് എഴുതാം, മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ആക്ട് ഇൻ ദ ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ മൈക്രോ ഓർഗാനിസത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് ആണ് വെജിറ്റബിൾസ് സൂക്ഷിക്കുന്നതും ലോ ടെമ്പറേച്ചർ തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ റീസണിൽ എഴുതാം, മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ആക്ട് ഇൻ ലോ ടെമ്പറേച്ചർ. ഈ ഒരു ടേബിളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഏതൊക്കെ രീതിയിലാണ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് എന്ന് അല്ലേ. താഴെ തന്നിരിക്കുന്ന ടേബിളിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന രീതികളാണ് തന്നിട്ടുള്ളത്. അതിൽ ഏതൊക്കെ രീതികളിലാണ് ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നതെന്ന് കണ്ടെത്തി എഴുതുക. ഫസ്റ്റ് കോളം തന്നിരിക്കുന്നത് ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ്, ഉണക്കി സൂക്ഷിക്കുന്നത്. ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട് റൈസ് അല്ലേ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഗ്രേപ്സ്, മാംഗോ, അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് പ്രിസർവ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷനിൽ സൂക്ഷിക്കുന്നത് ഇവിടെ ഗൂസ്ബെറി തന്നിട്ടുണ്ട്, നെല്ലിക്ക തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? മാംഗോ, ഗ്രീൻ ചില്ലി, കാന്താരിമുളകൊക്കെ നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട് വീട്ടിലൊക്കെ. ഇനി അടുത്താണ് പ്രിസർവ്ഡ് ഇൻ ഷുഗർ സൊല്യൂഷനിൽ ചെറി, ആപ്പിൾ, പൈനാപ്പിൾ അതൊക്കെ ആഡ് ചെയ്യാം. അടുത്തത് പ്രിസർവ്ഡ് ഇൻ ലോ ടെമ്പറേച്ചറിൽ മിൽക്ക്, മീറ്റ്, വെജിറ്റബിൾസ്. അടുത്ത കോളം എന്ന് പറയുന്നത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നത് ബിസ്ക്കറ്റ് തന്നിട്ടുണ്ട്, ചിപ്സ്, ഓട്സ് ഒക്കെ എഴുതാം നമുക്ക്. അപ്പോൾ നമ്മുടെ ടേബിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കാനുള്ളത് സോൾട്ട് സൊല്യൂഷൻ ആൻഡ് ഷുഗർ സൊല്യൂഷൻ. മൈക്രോ ഓർഗാനിസംസ് കാനോട്ട് സർവൈവ് ഇൻ ഷുഗർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ. വൈ ഈസ് ഇറ്റ് സോ? ഉപ്പ് ലായനിയിലും പഞ്ചസാര ലായനിയിലും സൂക്ഷ്മജീവികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല, എന്തുകൊണ്ടാണെന്ന്. അതിന് വേണ്ടിയിട്ടൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. ഇതിന് വേണ്ട മെറ്റീരിയൽസ് 2 ടാരോ ലീവ്സ് വിത്ത് പെസ്റ്റിയോൾസ്, 2 ബീക്കേഴ്സ്, വാട്ടർ, സോൾട്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് തണ്ടോട് കൂടിയ ചേമ്പിൻ്റെ ഇല 2 എണ്ണം, അതുപോലെ തന്നെ ബീക്കർ 2 എണ്ണം വേണം, അതുപോലെ തന്നെ വാട്ടർ വേണം, അതുപോലെ തന്നെ സോൾട്ടും വേണം. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ നോക്കാം, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു പ്രവർത്തനക്രമമാണ് തന്നിരിക്കുന്നത്. ടേക്ക് 2 ബീക്കേഴ്സ്, ടേക്ക് പ്യുവർ വാട്ടർ ഇൻ 1 ബീക്കർ ആൻഡ് കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ ഇൻ ദ അതർ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2 ബീക്കറുകളോട് എടുക്കാം.
അതിൽ ഒരു ബീക്കറിൽ ശുദ്ധജലം, അടുത്തതിൽ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷനും എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? ആ ഒരു വെള്ളത്തിൽ എത്രത്തോളം ഉപ്പ് ലയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ലയിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ആ ഒരു വെള്ളത്തിന് പറയുന്നതാണ് കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. പ്ലേസ് ടാരോ ലീവ്സ് വിത്ത് പെസ്റ്റിയോൾസ് ഇൻ ബോത്ത് ദ ബീക്കേഴ്സ്. ഒബ്സർവ് ആഫ്റ്റർ 1 day വാട്ട് ചേഞ്ച് ഹാസ് ഒക്കേർഡ്. വാട്ട് മേ ബി ദ റീസൺ ഫോർ ദ ചേഞ്ച്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ? രണ്ടിലും തണ്ടോട് കൂടിയ ചേമ്പിൻ്റെ ഇല ഇറക്കി വയ്ക്കാൻ. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇത് ഒബ്സർവ് ചെയ്യാം. എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്, അതിനുള്ള കാരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 ബീക്കറുകൾ തന്നിട്ടുണ്ട് അല്ലേ. ആ 2 ബീക്കറിൽ ഒന്നിൽ ശുദ്ധജലമാണ്. ശുദ്ധജലത്തിലിട്ട ചേമ്പിൻ്റെ ഇലയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ. എന്നാൽ രണ്ടാമത്തെ ബീക്കറിലോ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷനാണ്. അതിലെ ചേമ്പിൻ്റെ ഇല നല്ല ഫ്രഷ് ആയിട്ടാണോ ഇരിക്കുന്നത്? അല്ല അല്ലേ, ആകെ കൂടെ വാടി കരിഞ്ഞ് ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ 2 ബീക്കറിലെയും ചേമ്പിലേക്ക് ഉണ്ടായ മാറ്റങ്ങൾക്ക് കാരണം എന്താണെന്ന് നമുക്കിനി നോക്കാം. Water from the cells of the taro leaf placed in salt solution flows into the salt solution. അതായത് സോൾട്ട് സൊല്യൂഷനിൽ ഇറക്കി വച്ച ചേമ്പിൻ തണ്ടിലെ സെല്ലുകളിൽ നിന്നും ജലം ഉപ്പുവെള്ളത്തിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നു, ഒഴുകുന്നു. ഡ്യൂ ടു ദീസ് ദ സെൽസ് ഓഫ് ദ ടാരോ ലീവ്സ് ഷ്രിങ്ക് ആൻഡ് ദ ലീഫ് വിതേഴ്സ്. അപ്പോൾ അതുമൂലം ചേമ്പിൻ തണ്ടിലെ സെല്ലുകൾ ചുരുങ്ങുകയും ചേമ്പില വാടുകയും ചെയ്യുന്നു. ഷ്രിങ്ക് ചെയ്യാന്ന് വെച്ചാൽ ചുരുങ്ങുക, വിതർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാടുക കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞത്, ഉപ്പുലായനിയിൽ ഇറക്കി വെച്ച ചേമ്പിൻ തണ്ടിലെ സെല്ലുകളിൽ നിന്നും ജലം ഉപ്പുവെള്ളത്തിലേക്ക് ഒഴുകിയിട്ട് അതിലെ സെല്ലുകൾ ചുരുങ്ങിയിട്ട് ചേമ്പില വാടിപ്പോകുന്നു. ലൈക്ക് വൈസ് വാട്ടർ ഫ്രം ഫുഡ് ഐറ്റംസ് പ്രിസർവ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ മൂവ്സ് ഇൻ ടു ദ സോൾട്ട് സൊല്യൂഷൻ. അതായത് ഇതുപോലെ ഉപ്പിലിട്ട് വയ്ക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്നും ജലത്തിൻ്റെ ഒരു അംശം ഉപ്പുലായനിയിലേക്ക് മൂവ് ചെയ്യും. Salt absorbs water not only from the food items but also from the cells of the microorganisms present in them. ഭക്ഷണ സാധനങ്ങളിൽ നിന്നും മാത്രമല്ല അവയോടൊപ്പമുള്ള സൂക്ഷ്മജീവികളുടെ സെല്ലുകളിൽ നിന്നും ജലത്തിൻ്റെ അംശം ഉപ്പ് വലിച്ചെടുക്കുന്നു. മൈക്രോ ഓർഗാനിസംസ് ഗെറ്റ് ഡെസ്ട്രോയിഡ് വെൻ ദർ സെൽസ് ലോസ് വാട്ടർ. ഈ മൈക്രോ ഓർഗാനിസം അതായത് സൂക്ഷ്മജീവികളുടെ സെല്ലുകളിൽ നിന്നും ജലം നഷ്ടപ്പെടുമ്പോൾ അവ നശിച്ചു പോകുന്നു. ദി സെയിം തിങ് ഹാപ്പൻ വെൻ ഫുഡ് ഐറ്റംസ് ആർ പ്രിസർവ്ഡ് ഇൻ ഷുഗർ സൊല്യൂഷൻ. ഇത് തന്നെയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുമ്പോഴും സംഭവിക്കുന്നതെന്ന്. ഹാവ് യു ഈറ്റൺ മാംഗോസ് പ്രിസർവ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ. അതായത് ഉപ്പിലിട്ട് വെച്ച മാങ്ങ നിങ്ങൾ കഴിച്ചിട്ടില്ലേന്ന്. Based on the above experiment, find out the reasons for the shrinkage of tender mangoes preserved in salt solution and write them in your science diary. അപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ച കണ്ണിമാങ്ങ ചുരുങ്ങാനുള്ള കാരണം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ നോക്കാം. Salt absorbs water from tender mangoes, so water inside the mangoes will flow into the solution. ഉപ്പ് മാങ്ങയിൽ നിന്നും വെള്ളത്തിനെ അബ്സോർബ് ചെയ്യും, അതായത് ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ മാങ്ങയിൽ നിന്നുള്ള വെള്ളം സോൾട്ട് സൊല്യൂഷനിലേക്ക് ഫ്ലോ ചെയ്യും. ദിസ് കോസസ് ദ ഷ്രിങ്കേജ് ഓഫ് ടെൻഡർ മാംഗോസ് പ്രിസർവ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ. അങ്ങനെയാണ് ഉപ്പ് ലായനിയിൽ പ്രിസർവ് ചെയ്യുന്ന മാംഗോ ഷ്രിങ്ക് ചെയ്യുന്നു, ചുരുങ്ങുന്നതെന്നു. ജാം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ ഷുഗർ. അതായത് പഞ്ചസാര ലായനി ഉപയോഗിച്ചിട്ട് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ളൊരു ഉദാഹരണമാണ് ജാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനി ജാം ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ലെറ്റ്സ് പ്രിപ്പയർ ജാക്ക് ഫ്രൂട്ട് ജാം. അപ്പോൾ ചക്ക കൊണ്ടുള്ള ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രൈൻഡ് 1 kilogram ഓഫ് ഫുള്ളി റൈപ്പൻഡ് ജാക്ക് ഫ്രൂട്ട്. പഴുത്ത് പാകമായിട്ടുള്ള നല്ല കുരുവൊക്കെ കളഞ്ഞ ചക്ക 1 kilogram അരച്ചെടുക്കുക. കുക്ക് അൻറ്റിൽ ഇറ്റ് തിക്നെസ്. അത് നന്നായിട്ട് കുക്ക് ചെയ്ത് തിക്കാവുന്ന വരെ നന്നായിട്ട് കുക്ക് ചെയ്യുക. ആഡ് 500 gram ഓഫ് ഷുഗർ ടു ഇറ്റ് ആൻഡ് സ്റ്റർ വെൽ ഫോർ 10 minutes. ഇതിലേക്ക് 500 gram പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു 10 minute നന്നായിട്ട് ഇളക്കുക. Allow it to cool for some times and add a spoonful of lemon juice. കുറച്ച് തണുത്തതിന് ശേഷം 1 സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. ആഫ്റ്റർ ഇറ്റ് ഹാസ് കൂൾഡ് ഡൗൺ ട്രാൻസ്ഫർ ഇറ്റ് into a clean and dry airtight container. ഇത് നന്നായി തണുത്തതിന് ശേഷം വെള്ളമൊന്നുമില്ലാണ്ട് നല്ല വൃത്തിയുള്ള എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും ജാമൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചില്ല, പിന്നെ വീട്ടിൽ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞ് ജാമൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ.
കടയിൽ നിന്നും വാങ്ങിക്കാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പാസ്ചറൈസേഷൻ ആണ്. ഹാവ് യു സീൻ ദ ലാബിലിംഗ് പാസ്ചറൈസ്ഡ് മിൽക്ക് ഓൺ ദ മിൽക്ക് പാക്കറ്റ്? വാട്ട് ഡസ് ഇറ്റ് മീൻ? അതായത് പാലിൻ്റെ പാക്കറ്റുകളിൽ പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് എഴുതിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഇനി പാസ്ചറൈസേഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. പാസ്ചറൈസേഷൻ ഈസ് എ മെത്തേഡ് ടു പ്രിവെൻറ്റ് സ്പോയിലേജ് ഓഫ് മിൽക്ക്. പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഹീറ്റ് മിൽക്ക് ടു 70 degree Celsius ഫോർ 30 seconds ആൻഡ് കൂൾ ഇറ്റ് ടു 10 degree Celsius ഇമ്മീഡിയറ്റ്ലി. അടുത്തിവിടെ പറയുന്നത് പാസ്ചറൈസേഷൻ മെത്തേഡ് എങ്ങനെയാണെന്നാണ്. അതായത് 70 degree Celsiusൽ 30 സെക്കൻഡ് വരെ പാല് ചൂടാക്കിയ ശേഷം 10 degree Celsiusലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു. ദിസ് സഡൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ലീഡ്സ് ടു ദ റപ്ചറിങ് ഓഫ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ മൈക്രോ ഓർഗാനിസം. അപ്പോൾ പെട്ടെന്നുള്ള ഈ ഒരു ടെമ്പറേച്ചറിലുള്ള ആ ഒരു മാറ്റം മൂലം പാലിലുള്ള മൈക്രോ ഓർഗാനിസങ്ങളുടെ സെൽ മെംബ്രെയിൻ, അതായത് കോശസ്തരം എന്ന് പറയും നമ്മൾ, സെൽ മെംബ്രെയിൻ പെട്ടെന്ന് പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ദേ ഗെറ്റ് ഡെസ്ട്രോയിഡ്. അതിൻ്റെ ഫലമായിട്ട് അത് നശിച്ചു പോകുന്നു. ദിസ് പ്രോസസ് വാസ് ഇൻവെൻറ്റഡ് ബൈ എ ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ലൂയിസ് പാസ്റ്റർ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ ഒരു രീതി ആവിഷ്കരിച്ചത് ഫ്രഞ്ച് സയൻറ്റിസ്റ്റായ ലൂയിസ് പാസ്റ്റർ ആണ്. ഹെൻസ് ദിസ് പ്രോസസ് ഈസ് നെയിംഡ് ആസ് പാസ്ചറൈസേഷൻ. അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് പാസ്ചറൈസേഷൻ എന്ന് പേര് വന്നതെന്ന്. വൈൻ ആൻഡ് ഫ്രൂട്ട് ജ്യൂസ് ആർ ഓൾസോ പ്രിസർവ്ഡ് ബൈ പാസ്ചറൈസേഷൻ. വൈനും പഴച്ചാറുകളൊക്കെ ഇതുപോലെ പാസ്ചറൈസേഷൻ നടത്തിയിട്ട് സൂക്ഷിക്കാറുണ്ടെന്ന്. പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്, അതായത് പാലിനെ 30 സെക്കൻഡിൽ 70 degree Celsius വരെ ചൂടാക്കും. എന്നിട്ട് അതിനെ പെട്ടെന്ന് 10 degree Celsiusലേക്ക് തണുപ്പിക്കും. അതായത് 70 degree Celsius ഉണ്ടായിരുന്നതിനെ പെട്ടെന്ന് തന്നെ 10 degree Celsiusലേക്ക് തണുപ്പിക്കുമ്പോൾ ആ ടെമ്പറേച്ചറിലുള്ള ആ ഡിഫറൻസ് കാരണം അതിൻ്റെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെൽ മെംബ്രെയിൻ പൊട്ടിയിട്ട് അത് നശിച്ചു പോകും. അങ്ങനെയാണ് ഈ ഒരു രീതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അഡൾട്ടറേഷൻ ഇൻ ഐസ് ടു. ഐസിലും മായം. ഇപ്പോൾ നമ്മൾ വീണ്ടും മായം ചേർക്കലിലേക്ക് വന്നിരിക്കുകയാണ്. ഇറ്റ് ടേക്സ് മെനി ഡേയ്സ് ഫോർ ദ ഡീപ് സീ ഫിഷിംഗ് ബോട്ട്സ് ടു റീച്ച് ദ ഷോർ. നമുക്കിവിടെ ചിത്രം തന്നിരിക്കുന്നത് ഒരു ബോട്ടിൻ്റെ ചിത്രമാണ് അല്ലേ. മീൻ പിടിച്ചിട്ട് തിരികെ വരുന്ന ഒരു ബോട്ടാണ്. ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും കരയിലേക്ക് എത്തുന്നത്. Small scale vendors will take still more time to distribute the fish to other places. How is it possible to preserve fish for such a long time? അപ്പോൾ ആഴക്കടലിൽ നിന്ന് മീൻ പിടിക്കാൻ പോയവർ കുറേ കഴിഞ്ഞിട്ടാണ് ആ ബോട്ടുകളൊക്കെ തിരികെ എത്തുന്നത് അല്ലേ. അവരിൽ നിന്നും മീനുകൾ വാങ്ങുന്ന ചെറിയ ചെറിയ കച്ചവടക്കാർ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പിന്നെ സമയമെടുക്കും അല്ലേ. അപ്പോൾ കുറേ നാൾ പിടിച്ചിട്ടാണ് മത്സ്യങ്ങളൊക്കെ ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്രയും നാളുകൾ മത്സ്യം കേടാവാതിരിക്കുന്നത് എങ്ങനെയാണെന്ന്. യു മേ ഹാവ് സീൻ ദ യൂസ് ഓഫ് ഐസ് ടു പ്രിവെൻറ്റ് ദ ഡീകേ ഓഫ് ഫിഷ്. മത്സ്യം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഐസ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. വൈൽ മേക്കിംഗ് ഐസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് കോൾഡ് അമോണിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ഫോർ ദ ക്വിക്ക് കണ്ടൻസേഷൻ ഓഫ് വാട്ടർ ടു പ്രിവെൻറ്റ് മെൽറ്റിംഗ് ആൻഡ് ടു മെയിൻറ്റെയിൻ ലോ ടെമ്പറേച്ചർ. വായിച്ചത് വല്ലതും മനസ്സിലായോ മക്കളെ നിങ്ങൾക്ക്? ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് മത്സ്യം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഐസ് ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐസ് നിർമ്മിക്കുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് കട്ടയാവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോവാതിരിക്കുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ താഴ്ന്നിരിക്കുന്നതിനും വേണ്ടിയിട്ട് അതിലേക്ക് അമോണിയം ക്ലോറൈഡ് ചേർക്കുന്നു. അമോണിയം ക്ലോറൈഡ് ഈസ് ഹാംഫുൾ ടു അവർ ബോഡി. അപ്പോൾ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ശരീരത്തിന് വളരെയധികം ദോഷകരമാണ്. ദെർഫോർ ഫിഷ് മസ്റ്റ് ബി ക്ലീൻഡ് വെൽ യൂസിങ് പ്ലെൻറ്റി ഓഫ് വാട്ടർ ബിഫോർ കുക്കിംഗ്. അതുകൊണ്ട് തന്നെ പാചകം ചെയ്യുന്നതിന് മുൻപ് ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട് ഫിഷ് നന്നായി കഴുകണം. You know that food items are kept in refrigerator to prevent spoilage. അതായത് റെഫ്രിജറേറ്ററുകളിൽ, അതായത് ഫ്രിഡ്ജുകളിൽ നമ്മൾ ആഹാര സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാറുണ്ടല്ലേ, നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ദ ടെമ്പറേച്ചർ ഇൻ ഓൾ ദ കമ്പാർട്ട്മെൻറ്റ്സ് ഇൻ എ റെഫ്രിജറേറ്റർ ഈസ് നോട്ട് ദി സെയിം. അപ്പോൾ ആ ഫ്രിഡ്ജിലെ പല പല അറകളുണ്ടാവും, പല പല സെക്ഷനുകളുണ്ടാവും അല്ലേ. അതിൻ്റെ എല്ലാം ടെമ്പറേച്ചർ ഒരേപോലെ ആയിരിക്കില്ല. മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ബി ആക്റ്റീവ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. മൈക്രോ ഓർഗാനിസത്തിന് വളരെ ലോ ടെമ്പറേച്ചറിൽ ഒരിക്കലും ആക്റ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. ദാറ്റ് ഈസ് വൈ ഫുഡ് ഐറ്റംസ് ഡോണ്ട് ഗെറ്റ് സ്പോയിൽഡ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും നശിച്ചു പോവാത്തത്. വാട്ട് വിൽ ഹാപ്പൻ ടു ഫുഡ് ഐറ്റംസ് വെൻ ദേ ആർ ടേക്കൺ ഔട്ട് ഓഫ് ദ റെഫ്രിജറേറ്റർ. ഇനി നമ്മൾ റെഫ്രിജറേറ്ററിൽ നിന്നും ഫുഡ് ഐറ്റംസ് പുറത്തേക്ക് എടുത്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മൈക്രോ ഓർഗാനിസംസ് വിൽ സ്റ്റാർട്ട് ഫങ്ഷനിങ് ആൻഡ് ദ ഫുഡ് വിൽ ബി സ്പോയിൽഡ്. പുറത്തേക്ക്
ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ആ മൈക്രോ ഓർഗാനിസംസ് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുകയും ഭക്ഷണം കേടാവുകയും ചെയ്യും. ഹൈജീൻ ഫോർ സേഫ്റ്റി, അതായത് ശുചിത്വം സുരക്ഷയ്ക്ക്. ഡു യു വാഷ് യുവർ ഹാൻഡ് ആൻഡ് മൗത്ത് പ്രോപ്പർലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്? ഷാൽ ഹൈജീൻ റിലേറ്റഡ് ടു ഫുഡ് ഐറ്റംസ് ബി എൻഷ്യൂർഡ് ബൈ പ്രാക്ടീസിങ് ദിസ് അലോൺ? ആഹാരത്തിന് മുൻപും ശേഷവും കൈയും വായും നന്നായി കഴുകണം, അല്ലേ? നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? അതോ ഭക്ഷണം കഴിച്ചതിന് മാത്രമാണോ കൈ കഴുകുന്നത്? ഇതുകൊണ്ട് മാത്രം ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ശുചിത്വം ഉറപ്പാക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ കുറച്ച് പോയിന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ദ പ്ലേസ് ഫ്രം വേർ ഫുഡ് ഐറ്റംസ് ആർ ബോട്ട്, അതായത് ഭക്ഷണ വസ്തുക്കൾ വാങ്ങുന്ന സ്ഥലം. അതുപോലെ തന്നെ സ്റ്റോറേജ് ആഫ്റ്റർ പർച്ചേസ്, അതായത് വാങ്ങിയ ശേഷമുള്ള സൂക്ഷിച്ചു വയ്ക്കൽ. പിന്നെ കുക്കിംഗ്, പിന്നെയോ ഈറ്റിംഗ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ഓഫ് ദ ലെഫ്റ്റ് ഓവേഴ്സ്, അതായത് ബാക്കിയുള്ളവ സൂക്ഷിച്ചു വയ്ക്കൽ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഭക്ഷണ വസ്തുക്കൾ വാങ്ങുന്ന സ്ഥലം, അതുപോലെ തന്നെ വാങ്ങിയതിന് ശേഷമുള്ള സൂക്ഷിച്ചു വയ്ക്കൽ, പിന്നെ പാചകം ചെയ്യൽ, ആഹാരം കഴിക്കൽ, ബാക്കിയുള്ളവ സൂക്ഷിച്ചു വെക്കൽ. ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ ശുചിത്വത്തിനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നേരെ ടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡു മാർക്ക് കൊടുക്കാം. നമുക്കപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ പ്ലേസസ് അല്ലെങ്കിൽ മാർക്കറ്റ്സ് ഫ്രം വേർ യു പർച്ചേസ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ് ആൻഡ് മീറ്റ് ആർ ഹൈജീനിക്, അതായത് പഴം, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയ വാങ്ങുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റുകൾ വൃത്തിയുള്ളതാണ് നിങ്ങൾ കൺസിഡർ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ? വെൻഡേഴ്സ് വെയർ ഗ്ലൗസ് ആൻഡ് മാസ്ക്, കച്ചവടക്കാര് ഗ്ലൗസ്, മാസ്ക് എന്നിവ ധരിക്കാറുണ്ട്. ഇല്ല അല്ലേ? ഇപ്പോഴൊന്നുമില്ല, നമ്മുടെ കൊറോണ കഴിഞ്ഞതിന് ശേഷം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഫുഡ് ഐറ്റംസ് ആർ കെപ്റ്റ് ക്ലീൻ ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിലെ ഫുഡ് ഐറ്റംസ് വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ടിക്ക് കൊടുക്കാം. ഐറ്റംസ് ആർ കെപ്റ്റ് കവേർഡ്, അതായത് ഭക്ഷ്യവസ്തുക്കൾ അടച്ചു സൂക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ പരിഗണിക്കാറുണ്ട് അല്ലേ? പ്യുവർ വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്, അതായത് ശുദ്ധമായ ജലമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്. നൈഫ്സ്, യൂട്ടൻസിൽസ്, കട്ടിംഗ് ബോർഡ് ആൻഡ് ഫുഡ് ഐറ്റംസ് ആർ യൂസ്ഡ് ആഫ്റ്റർ വാഷിംഗ് ദം തറലി, അതായത് കത്തി, പാത്രം, കട്ടിംഗ് ബോർഡ്, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ നന്നായി കഴുകിയ ശേഷമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? വീടുകളിലെ അമ്മമാരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ് എക്സെട്ര ആർ കട്ട് ഓൺലി ആഫ്റ്റർ വാഷിംഗ്, പഴം, പച്ചക്കറി, മത്സ്യമാംസം തുടങ്ങിയവ കഴുകിയാണ് മുറിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ്. കഴുകിയതിന് ശേഷമാണ് അതൊക്കെ കട്ട് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ദ പ്രിപ്പയർഡ് ഫുഡ് ഈസ് കെപ്റ്റ് കവേർഡ്, പാചകം ചെയ്ത ശേഷം ആഹാരം അടച്ചു വയ്ക്കുന്നു. ഹാൻഡ്സ് ആർ വാഷ്ഡ് യൂസിങ് സോപ്പ് ബിഫോർ സെർവിങ് ആൻഡ് ഈറ്റിംഗ് ഫുഡ്, ആഹാരം വിളമ്പുന്നതിനും കഴിക്കുന്നതിനും മുൻപ് കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നു. ക്ലീൻ പ്ലേറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഈറ്റിംഗ്, അങ്ങനെ തന്നെയാണല്ലോ, വൃത്തിയാക്കിയ പാത്രങ്ങളാണ് ആഹാരം കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഫുഡ് ഈസ് ടേക്കൺ നോട്ട് ലോങ് ആഫ്റ്റർ ഇറ്റ് ഈസ് കുക്ക്ഡ്, പാചകം ചെയ്ത് അധിക സമയം കഴിയുന്നതിന് മുൻപ് ആഹാരം കഴിക്കുന്നു. ഓൾ മെമ്പേഴ്സ് ഇൻ ദ ഹോം ടേക്ക് ഫുഡ് ടുഗദർ അറ്റ് ദ ഹൈജീൻ പ്ലേസ്, അതായത് വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു. ലെഫ്റ്റ് ഓവേഴ്സ് ആർ പ്രിസർവ്ഡ് ഓൺലി ഇഫ് ദേ ക്യാൻ ബി യൂസ്ഡ് ലേറ്റർ, അതായത് ബാക്കിയുള്ള ആഹാരം പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയത് മാത്രം കേടുവരാതെ സൂക്ഷിക്കുന്നു. അല്ലെങ്കിലും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുള്ളൂ അല്ലേ? ചീഞ്ഞ സാധനങ്ങളൊന്നും ആരും ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാറില്ലല്ലോ അല്ലേ? ദ പ്ലേസ് വെർ ഫുഡ് ഈസ് സെർവ്ഡ് ഈസ് ക്ലീൻഡ് അപ്പ്, ആഹാരം കഴിച്ച സ്ഥലം തുടർച്ച് വൃത്തിയാക്കുന്നു. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് യോജിക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചത് കേട്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസിഡറേഷൻ അനുസരിച്ചിട്ട് ടിക്ക് മാർക്ക് കൊടുക്കാം കേട്ടോ. ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കൊടുത്ത ടിക്ക് മാർക്കിന് അനുസരിച്ചിട്ട് ഓരോ ടിക്ക് മാർക്കിനും ഓരോ സ്കോർ കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടിയെന്നൊക്കെ കണ്ടെത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തയിലേക്ക് കടക്കാം. ക്ലീൻ, സേഫ് ആൻഡ് ഹെൽത്തി ഫുഡ് ഈസ് അവർ റൈറ്റ്, അതായത് വൃത്തിയുള്ളതും സുരക്ഷിതവും ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശമാണ്. കുക്കിംഗ് വിത്ത് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് അലോൺ വിൽ നോട്ട് ഗ്യാരണ്ടി ക്വാളിറ്റി ഫുഡ്, നല്ല ക്വാളിറ്റിയുള്ള വസ്തുക്കൾ കൊണ്ടാണ് പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് നമുക്ക് ലഭിക്കണമെന്നില്ല അല്ലേ? പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. ഫുഡ് ക്യാൻ ബി ഹെൽത്തി ഓൺലി ഇഫ് ദ പ്ലേസ് വെർ ഫുഡ് ഈസ് സ്റ്റോർഡ്, ടെമ്പറേച്ചർ ആൻഡ് കുക്കിംഗ് മെത്തേഡ് ആർ ആപ്റ്റ്, ഓൺലി ദെൻ ക്യാൻ വി മെയിൻറ്റെയിൻ ബെറ്റർ ഹെൽത്ത്. അപ്പോൾ എന്തും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ആ ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കുന്ന പരിസരം, അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ, പാചകം ചെയ്യുന്ന രീതി തുടങ്ങിയവയെല്ലാം കൃത്യമായാലേ ഭക്ഷണം ആരോഗ്യകരമാവുകയുള്ളൂ. അപ്പോൾ
നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി, പക്ഷേ ഉണ്ടാക്കുന്ന സ്ഥലം വൃത്തിയില്ലാത്തതാണെന്നുണ്ടെങ്കിലോ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെട്ടതാവോ ഇല്ല അല്ലേ. അപ്പോൾ ഇതെല്ലാം നല്ലതാണെങ്കിൽ മാത്രമേ, എല്ലാ പരിസരവും അതുപോലെ തന്നെ അത് പാചകം ചെയ്യുന്ന രീതിയൊക്കെ നല്ല കൃത്യമായിട്ട് വൃത്തിയുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് മെച്ചപ്പെട്ട ഒരു ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ ഫാർ വി ഹാവ് ബീൻ ഡിസ്കസിങ് ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ടു എൻഷുർ ദിസ്. ലെറ്റ് us conduct a food first at school considering all these criterias. അതായത് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത് എന്തിനാ, നല്ലൊരു മെച്ചപ്പെട്ട ഒരു ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി സ്കൂളിൽ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് ഒറ്റയ്ക്കോ ചെറിയ ഗ്രൂപ്പുകളായിട്ടോ വിഭവങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഒരുക്കങ്ങൾ വേണമെന്ന് അതവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസൈഡിങ് ദ പ്രൊപ്പോസ്ഡ് ഡിഷസ് ആൻഡ് ദർ ക്വാണ്ടിറ്റി, അതായത് വിഭവങ്ങളും അവ ഓരോന്നും ഉണ്ടാക്കേണ്ട അളവ് എന്നിവ തീരുമാനിക്കൽ. ലിസ്റ്റിംഗ് ഓഫ് റിക്വയർഡ് ഫുഡ് ഐറ്റംസ് ആൻഡ് ദർ പ്രൊക്യൂർമെൻറ്റ്, അതായത് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ലിസ്റ്റ് ചെയ്യലും അത് സംഘടിപ്പിക്കലും. സേഫ് കുക്കിംഗ്, സുരക്ഷിതമായ പാചകം ചെയ്യൽ. അറേഞ്ചിങ് ദ ഡിഷസ് ഇൻ ഹൈജീൻ ആൻഡ് അട്രാക്റ്റീവ് വേ, ആ വിഭവങ്ങൾ ശുചിയായതും അതേപോലെ തന്നെ മനോഹരമായിട്ടും ക്രമീകരിക്കൽ. പിന്നെയോ ക്ലീനിങ് ആക്ടിവിറ്റീസ് ആഫ്റ്റർ ദ കണ്ടക്ട് ഓഫ് ഫുഡ് ഫെസ്റ്റിവൽ, ഭക്ഷ്യമേള കഴിഞ്ഞതിന് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്രയെല്ലാം കാര്യങ്ങൾ, ഇത്രയെല്ലാം ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കാൻ. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് ലെറ്റസ് ആസസ് ആണ്. വളരെ നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അഡൽറ്ററൻറ്റ് ക്യാൻ പ്രോബബ്ലി ബി ആഡഡ് ടു പെപ്പർ, അതായത് കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായം ഏതാണെന്ന്. ഗ്രീൻ ഗ്രാം ആണോ, തമരിൻഡ് സീഡാണോ, പപ്പായ സീഡാണോ, ബംഗാൾ ഗ്രാം ആണോ. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ, ചെറുപയർ, പുളിയുടെ കുരു, പപ്പായയുടെ കുരു, കടല. ഇതിലേതായിരിക്കും ചേർക്കാൻ സാധ്യതയുള്ളത്? ഇതിന് ആൻസർ വരുന്നത് പപ്പായ സീഡ്, പപ്പായയുടെ കുരു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യാൻ ദ ഐസ് ക്യൂബ്സ് യൂസ്ഡ് ഇൻ ദ ഫിഷ് മാർക്കറ്റ് ബി യൂസ്ഡ് ടു പ്രിപ്പയർ കൂൾ ഡ്രിങ്ക്സ്? വൈ? ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? മത്സ്യ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബുകൾ ശീതളപാനീയങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കാമോ? എന്തുകൊണ്ട്? നോ, ദ ഐസ് ക്യൂബ്സ് യൂസ്ഡ് ഇൻ ഫിഷ് മാർക്കറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ടു പ്രിപ്പയർ കൂൾ ഡ്രിങ്ക്സ്. അതായത് ഐസ് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ആ ഐസ് ക്യൂബ്സ് നമ്മൾ ഒരിക്കലും കൂൾ ഡ്രിങ്ക്സിൽ ഉപയോഗിക്കാറില്ല. ദ ഐസ് യൂസ്ഡ് ഇൻ ഫിഷ് മാർക്കറ്റ് കണ്ടെയ്ൻ എ കെമിക്കൽ സബ്സ്റ്റൻസ് കോൾഡ് അമോണിയം ക്ലോറൈഡ്. ദിസ് ഈസ് റിയലി ഹാർംഫുൾ ടു അവർ ബോഡി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമോണിയം ക്ലോറൈഡ് അതിലേക്ക് ചേർക്കാറുണ്ടെന്ന്. അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂൾ ഡ്രിങ്ക്സിൽ അങ്ങനെയുള്ള ഐസുകളൊന്നും ഉപയോഗിക്കാറില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ യു പർച്ചേസ് ഫ്രൂട്ട്സ് ഫ്രം ഷോപ്പ്? അതായത് കടയിൽ നിന്നും പഴവർഗ്ഗങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കതൊന്നുകൂടി നോക്കാം. ചെക്ക് ഫോർ ഡാമേജ്, അതായത് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. ചെക്ക് ഫോർ ഡിസ്കളറേഷൻ ഓഫ് ദ ഔട്ടർ സ്കിൻ, പുറന്തൊലിയൊക്കെ എന്തെങ്കിലും കളർ മങ്ങലോ അങ്ങനെ കളർ വ്യത്യാസമൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. ഇറ്റ് ഷുഡ് ബി ഫേം വെൻ ടച്ച്ഡ്, നമ്മൾ പിടിച്ചു നോക്കുന്ന സമയത്ത് നല്ല ഉറപ്പുണ്ടോ എന്നൊക്കെ നോക്കും. ചെക്ക് ഫോർ ദ ഫ്രഷ് സ്മെൽ, നല്ല സ്മെല്ലൊക്കെ ഉണ്ടോ നോക്കും. ചെക്ക് ഫോർ എനി ഡാമേജ് ഇൻ പാക്കിങ്ങിലൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നോക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. മിൽക്ക്, ടൊമാറ്റോ, ഫിഷ്, കുക്കമ്പർ, ലേഡീസ് ഫിംഗർ ആൻഡ് മീറ്റ് ആർ ടു ബി കെപ്റ്റ് ഇൻ ദ റെഫ്രിജറേറ്റർ ഔട്ട് ഓഫ് ദീസ്. അതായത് പാൽ, തക്കാളി, മത്സ്യം, വെള്ളരി, വെണ്ട, മാംസം തുടങ്ങിയവ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അല്ലേ. വിച്ച് ആർ ടു ബി കെപ്റ്റ് ഇൻ ഫ്രീസർ, ഇവയിൽ ഫ്രീസറിൽ വയ്ക്കേണ്ടത് ഏതെല്ലാം. അതുപോലെ തന്നെ വിച്ച് ആർ ടു ബി സ്റ്റോർഡ് ഇൻ കമ്പാർട്ട്മെൻറ്റ്സ് അതർ ദാൻ ദി ഫ്രീസർ, ഇനി ഫ്രീസർ ഒഴികെയുള്ള മറ്റു കമ്പാർട്ട്മെൻറ്റിൽ വെക്കേണ്ടത് ഏതൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യനുകളാണ് ആൻസർ ചെയ്യേണ്ടത്. തന്നിരിക്കുന്നവയിൽ ഫിഷും മീറ്റും നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം, ബാക്കിയുള്ളതെല്ലാം നമുക്ക് മറ്റു കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് വയ്ക്കാം. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം.